വേറൊരു ടൈപ്പ് മട്ടൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മട്ടൻ 3/4 കിലോ മട്ടനാണിത്. അപ്പോൾ അതിന് ഇപ്പോൾ ഉപ്പിട്ടു, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കും. അപ്പോൾ അതിന് ശേഷമുള്ള കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ കറി വെക്കാൻ വേണ്ടി ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വേപ്പില, പച്ചമുളക് 3 പച്ചമുളക് ചതച്ചതുണ്ട്. ഇത് മല്ലിയില ലാസ്റ്റ് ഇടാനുള്ളതാണ്. ഒരു 3 ചെറിയ സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 ചുവന്നുള്ളി, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മസാലപ്പൊടി മല്ലിപ്പൊടി ഒരു ലേശം, ഒരു ചെറിയ സ്പൂണാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സാധാ മുളക് പൊടിയാണ്, ഇച്ചിരി എരിവിനുള്ള മുളക് പൊടിയാണത്. അപ്പോൾ ഞാനിപ്പം ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയുടെ അളവ് പറയുന്നില്ല, കൂടുതൽ കുറവ് അത് ആവശ്യത്തിന് എടുക്കാം. ഓക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ മസാല ഇതെല്ലാം കൂടി ഇടും. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സവോളയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇടാം. ഒന്ന് വാടിയപ്പോൾ ചുവന്നുള്ളി ഇടുവാണ്. അപ്പോൾ ഇതിന് വേപ്പില ഇടിയാണ്, വേപ്പിലയും കൂടെ ഇടുവാണ്. ഇതിൻ്റെ കൂടെ പച്ചമുളകും ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് സവോള ഇടണം. നമ്മൾ സവോള ഇടിയാണ്. ഇത് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സവോള ഇടിയാണ്. നമ്മളൊരു തക്കാളിയും കൂടി ഇടുന്നുണ്ട്, അത് ലാസ്റ്റാണ് ഇടുന്നത്. ഇതൊന്ന് വഴറ്റിട്ട് കേട്ടോ. ഇച്ചിരി കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടി എടുക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു തക്കാളി ഇടുവാണ് കേട്ടോ. വഴറ്റാണ്, ഇത്രയും വഴറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇനി കുക്കറിലോട്ട് തന്നെ ഇട്ട് ഒന്നുകൂടെ മട്ടൻ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് വഴറ്റിടാം, അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറട്ടെ. നമ്മളിതിൻ്റെ മസാലകളൊക്കെ ഇടുവാണ്. അത് നമ്മൾ മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി മതിയാവും, കൂടുതലുണ്ട. പിന്നെ എന്ന് വെച്ചാൽ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിനകത്തേക്ക് ഇടും. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചല്ലോ, അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ സാദാ മുളക് പൊടി എരിവുള്ളത്. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുറച്ച് സാദാ മുളകും കുരുമുളക് പൊടിയുണ്ട്, കുരുമുളകാണ് കൂടുതലിട്ടാക്കുന്നത്. നമ്മൾ മട്ടൻ നമുക്ക് കുക്കറിനകത്തുനിന്ന് നോക്കട്ടെ എത്ര വെത്ത്. 2 വിസിൽ കേൾപ്പിച്ചു. അത് മട്ടൻ്റെ മൂപ്പനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ 2 വിസിലിന് നമുക്ക് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ മസാലയിലേക്ക് ഇടുകയാണ്. അത് കുക്കറിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ വഴറ്റുമ്പോൾ അത് വഴറ്റിയ സാധനം കുക്കറിലേക്ക് ഇട്ടാലും മതി കേട്ടോ. ഇതിപ്പം കുക്കറിൽ നിന്ന് ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇളക്കിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചും ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും ഒന്നിച്ചായാൽ മതി. കുക്കറിലേക്കിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കുറവുണ്ട്, കുറച്ചുകൂടെ വേവാനുണ്ട്. അത് കിളുന്ന മട്ടനാണെങ്കിൽ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി മൂത്തതായതുകൊണ്ടാണ് 2 വിസിൽ കേൾപ്പിച്ചു. പക്ഷേ കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വിസിൽ കേൾപ്പിക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെ ചേർത്ത് വെക്കണം, എന്തായാലും എന്തിലെങ്കിലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ കുക്കർ അടച്ച് ഒന്ന് ഒരു വിസിൽ കേൾപ്പിക്കണം. അപ്പോഴാണ് അത് സെറ്റാവുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ കുക്കർ തുറക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. കറക്റ്റ് പാകമായിട്ട് വെന്തിരിപ്പുണ്ട്. വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു പാകമായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്ന ഒരു സ്പെഷ്യൽ ടിപ്പുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഒരു നുള്ള് നല്ല ജീരകമാണേ, അത് എത്ര ഇടണമെന്ന് കാണിച്ചു തരാം. ഇത്രയും നല്ല ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്, ചതച്ചത് ഇടുന്നുണ്ട്. ഇട്ടിട്ട് ഇനി അതിനകത്തേക്ക് പിന്നെ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ മല്ലിയില കുറച്ച് ചേർക്കുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ഇത് സിമ്പിളാണ് കേട്ടോ. വീഡിയോ കാണുന്നത് പോലെ ഒത്തിരി താമസമൊന്നുമില്ല. നമ്മൾ വീഡിയോ എടുക്കും, പക്ഷെ വെക്കാൻ എളുപ്പമാണ്. വീഡിയോ ഒക്കെ പിടിക്കുന്നതുകൊണ്ട് താമസിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല കറിയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്. ഓക്കെ, നിങ്ങളിനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.